ക്വാർട്ടർ ഫൈനൽ എന്ന് പറയാൻ പറ്റുന്ന വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരത്തിൽ പുറത്താകാതെ 97 റൺസ് നേടി ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തിയാണ് സഞ്ജു സാംസൺ ഇന്ത്യയെ സെമി ഫൈനലിലേക്ക് എത്തിച്ചത്. ആ സെമി ഫൈനൽ നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ദിവസം രോഹിത് ശർമ്മ എന്ന ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റനും ലോകകപ്പ് ജേതാവുമായ അദ്ദേഹം സഞ്ജു സാംസനെ കാണുകയുണ്ടായി. കണ്ടതിന് ശേഷം അദ്ദേഹം സഞ്ജു സാംസണോട് പറഞ്ഞത്, വിഷമിക്കേണ്ട, ഇതൊരു വലിയ ലീഗാണ്, എപ്പോഴെങ്കിലും നമുക്ക് അവസരം കിട്ടുമ്പോൾ നമ്മൾ അത് ഉപയോഗപ്പെടുത്തണം എന്നാണ്. അങ്ങനെ ഒരു അവസരമാണ് സഞ്ജു സാംസണ് ക്വാർട്ടർ ഫൈനൽ എന്ന് തന്നെ പറയാൻ കഴിയാവുന്ന ഒരു മത്സരത്തിൽ ലഭിച്ചത്. അത് അദ്ദേഹം ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. സഞ്ജു സാംസണും രോഹിത് ശർമ്മയും ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്. പലപ്പോഴും അവഗണനകൾ നേരിട്ട് പുറത്താക്കപ്പെട്ടവർ, പക്ഷെ പിന്നീട് ഫീനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വന്നവർ. 2011 ഏകദിന ലോകകപ്പിൽ ഏതാണ്ട് സ്ഥാനം ഉറപ്പിച്ചയാളായിരുന്നു രോഹിത് ശർമ്മ. പക്ഷേ ഫോം മോശമായതിനെ തുടർന്ന് അവിടുന്ന് അദ്ദേഹം തഴയപ്പെട്ടു. അന്നത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റ് ഉണ്ട്, ഞാൻ ഇവിടെ തളരില്ല, ഇവിടുന്ന് ഞാൻ തിരിച്ചു വരും എന്ന്. ആ പറഞ്ഞത് അർത്ഥവത്താക്കുന്നതായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ കരിയർ. അവിടെ നിന്ന് അദ്ദേഹം 4ഓളം ഡബിൾ സെഞ്ചുറികൾ നേടി. ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായി, ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ വരെയായി. 2023 ഏകദിന ലോകകപ്പിൽ ചുണ്ടിനും കപ്പിനും ഇടയിലാണ് അദ്ദേഹത്തിന് ആ ട്രോഫി നഷ്ടപ്പെട്ടത്. പക്ഷെ അവിടെയും അദ്ദേഹം തളർന്നില്ല. തൊട്ടടുത്ത് നടന്ന 2020 ലോകകപ്പിൽ 14ഓളം വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ത്യക്ക് ഒരു ICC ട്രോഫി അദ്ദേഹം നേടിക്കൊടുത്തു. അതിനുശേഷം ICC ചാമ്പ്യൻസ് ട്രോഫിയും ഇന്ത്യ നേടുകയുണ്ടായി. ഇതേപോലെ തന്നെയാണ് സഞ്ജു സാംസണും. അദ്ദേഹവും പലപ്പോഴും തന്റെ കഴിവുകൾ തെളിയിച്ചയാളാണ്. 3 സെഞ്ചുറികൾ 2020 ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം നേടിയിട്ടുണ്ട്. ഏകദിന ക്രിക്കറ്റിലും അദ്ദേഹം സെഞ്ചുറി നേടിയിട്ടുണ്ട്. ഏകദിന ക്രിക്കറ്റിലും അദ്ദേഹത്തിന്റെ ആവറേജ് മികച്ചതാണ്. പക്ഷേ അവഗണന അദ്ദേഹത്തെയും തേടി വന്നു. പലപ്പോഴും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും അദ്ദേഹത്തിന്റെ പൊസിഷൻ മറ്റു പലർക്കും വേണ്ടി വിട്ടുകൊടുക്കേണ്ടി വന്നു. ഇത് അദ്ദേഹത്തിന്റെ ഫോമിനെ ബാധിക്കുകയും ചെയ്തു. പിന്നീട് ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് എത്തിയെങ്കിലും അദ്ദേഹത്തിന് തിളങ്ങാൻ സാധിച്ചില്ല. ഇതോടെ ലോകകപ്പിലെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിരുന്ന സഞ്ജു സാംസൺ പിന്നീട് ബെഞ്ചിലാവുകയായിരുന്നു. ഇതിനിടയ്ക്ക് അഭിഷേക് ശർമ്മയ്ക്ക് പരിക്ക് പറ്റിയപ്പോഴാണ് ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന് കളിക്കാൻ അവസരം ലഭിച്ചത്. അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിലും ടീമിനൊരു നല്ല തുടക്കം നൽകിയിരുന്നു. ഇതിനുശേഷവും അദ്ദേഹം അവഗണിക്കപ്പെടുക തന്നെ ചെയ്തു. അഭിഷേക് ശർമ്മ ടീമിലേക്ക് വന്നു. 3 മാച്ച് അടുപ്പിച്ച് ഡക്കായ അഭിഷേക് ശർമ്മയ്ക്ക് അവസരം ലഭിക്കുമ്പോൾ സഞ്ജു തഴയപ്പെട്ടുകൊണ്ടേയിരുന്നു. ഒടുവിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് എതിരായ പരാജയമാണ് സഞ്ജുവിനെ വീണ്ടും ടീമിലേക്ക് കൊണ്ടുവരാൻ ടീം മാനേജ്മെന്റ് നിർബന്ധിതരായത്. ടീമിലെത്തിയ സഞ്ജു സാംസൺ സിംബാബ്വെക്കെതിരെ ഇന്ത്യക്ക് എന്താണോ വേണ്ടിയിരുന്നത് ആ തുടക്കം തന്നെ നൽകിയിരുന്നു. അതൊരു സൂചനയായിരുന്നു വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന്റെ. ആ മത്സരം വിജയിച്ച് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ നേരിടാൻ തയ്യാറായി. വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള മത്സരം ജീവൻ മരണ പോരാട്ടം തന്നെയായിരുന്നു. മറ്റു പ്രധാന സൂപ്പർ താരങ്ങളെല്ലാം നിറം മങ്ങിയപ്പോൾ ഒരു വശത്ത് സഞ്ജു സാംസൺ നിലയുറച്ചു. ഓരോ സമയം റൺ റേറ്റ് കൂടാതെ മാച്ചിനെ അദ്ദേഹം കൊണ്ടുപോയി. ഏറ്റവും ഒടുവിൽ ആ വിജയ റണ്ണും സഞ്ജു സാംസൺ തന്നെ നേടുകയായിരുന്നു. അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ആഘോഷം തെളിയിക്കും എത്രത്തോളം ആത്മസംതൃപ്തിയാണ് അദ്ദേഹത്തിന് ലഭിച്ചതെന്ന്. രോഹിത് ശർമ്മയുടെ വാക്കുകൾ എത്രത്തോളമാണ് അദ്ദേഹം ഉള്ളിൽ എടുത്തിരുന്നതെന്ന് നമുക്ക് തീർച്ചയായും പറയാൻ കഴിയും. രോഹിത് ശർമ്മയും സഞ്ജു സാംസണും ഒരുപോലെ തന്നെയാണ്. വലിയ കൂറ്റൻ സിക്സുകൾ അടിക്കുന്ന താരങ്ങളാണ്. സ്ട്രൈക്ക് റേറ്റ് എപ്പോഴും ഉയർന്നു നിൽക്കുന്ന താരങ്ങളാണ്. അതുപോലെ തന്നെ ഒരു വീഴ്ചയിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരാൻ കെൽപ്പുള്ള താരങ്ങളാണ്. ഇന്നത്തെ ഇംഗ്ലണ്ട് ഇന്ത്യ മത്സരത്തിലും സഞ്ജു സാംസന്റെ പ്രകടനം നിർണായകമായിരിക്കും എന്ന് തന്നെ നമുക്ക് പറയാം.